സന്തോഷം. എടുക്കാം. ആരാധിക്കുന്ന സകല ദേവീ ദേവന്മാർക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. പഞ്ചയൂനി നിർമ്മിക്കപ്പെട്ട മണിപ്പന്തൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തന്നെയാണ്. ഒരു ചെറിയൊരു ക്ഷേത്രം തന്നെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഉപാസനാമൂർത്തികളായ ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കുന്ന സകല ദേവീ ദേവന്മാർക്കും സങ്കല്പസ്ഥാനം നൽകിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, വടക്ക് ഭാഗത്ത് പീഠം അത് ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ടാണ്. അതുപോലെയാണ് കുരിശ് കലക്കി വെച്ചിട്ടുണ്ട്, അത് ഭഗവതിക്കാണ്. രണ്ട് സ്വഭാവത്തിലുള്ള ദേവിമാരാണ്. ഒന്ന് ദൗത സ്വഭാവത്തിലുള്ള ദേവിയും ഒന്ന് ശാന്ത സ്വരൂപിണിയായ ദേവിയും. അത് വടക്ക് ഭാഗത്ത് പീഠം മുക്കാലി, തെക്ക് ഭാഗത്ത് മുക്കാലി വെച്ചിട്ടുണ്ട്. ആ പീഠം ഭഗവതിയാണ്, കുരിശ് ഭഗവതിക്കാണ്. കിഴക്ക് ഭാഗത്ത് 3 പലക വെച്ചിട്ടുണ്ട്. അത് ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരനെ സങ്കല്പിച്ചുകൊണ്ടാണ്. സൃഷ്ടിയും രക്ഷയും സംഹാരവും നടത്തുന്ന ദേവന്മാരാണ് ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരൻ. അവരെ സങ്കല്പിച്ചുകൊണ്ടാണ് ആ പലക അവിടെ വെച്ചിരിക്കുന്നത്. തെക്ക് ഭാഗം ഗണപതി സരസ്വതിയെ ആ മുക്കാലിൻ്റെ മുകളിൽ ഗണപതിക്കും താഴെയുള്ള നിലയിൽ ഗണപതി സരസ്വതി എഴുതുകയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശാന്തി കർമ്മങ്ങൾ നൽകാത്ത ഒരു ദേവനെയാണ് നമ്മൾ പുറത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതായത് കാണിച്ചത് ഗരുഡ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ടാണ്. മറ്റൊന്ന് മുരുകനെ സങ്കല്പിച്ചുകൊണ്ട് പാൽക്കൊമ്പം മുറത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാൽക്കൊമ്പം രണ്ടാമത്തെ 9 ഇല വെള്ളരി വെച്ചിട്ടുണ്ട്. നവഗ്രഹങ്ങൾക്കാണ്. അഷ്ടദിക്പാലന്മാർക്ക് പ്രത്യേകമായ സങ്കല്പസ്ഥാനങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടി പറയാണ്, ഈ പ്രകൃതിയിൽ ആരാധിക്കുന്ന സകല ദേവീ ദേവന്മാർക്കും ഇവിടെ പൂജാതി കർമ്മങ്ങൾ നൽകുന്നുണ്ട്. അതാണ് നാഗപ്പാട്ട് മഹോത്സവം എന്ന് പറയുന്നത്. എല്ലാ ദേവന്മാർക്കും ഒരുപാട് ദേവന്മാർക്കുള്ളതായി പൂജയാണ്. അതാണ് മഹോത്സവം. പിന്നെ എന്തിനാണ് ഈ നാഗപ്പാട്ട് നടത്തുന്നത് എന്നതിൻ്റെ പ്രധാന ഉദ്ദേശം രാഹുദോഷ നിവാരണത്തിന് വേണ്ടിയാണ്. എന്ന് ചോദിച്ചാൽ എന്താണ് രാഹുദോഷം എന്ന് ആരെയും ചോദിച്ചാൽ ആരും ചോദിച്ചിട്ടില്ല. എന്താണ് രാഹുദോഷം എന്ന് ചോദിച്ചാൽ കൽപ്പന സ്ഥലത്തോ അല്ലെങ്കിൽ ജ്യോത്സ്യത്ത് പോയോ അതിന് പറയുന്നത് രാഹുദോഷമാണെന്നാണ്. ആ രാഹുദോഷം എന്താണെന്ന് എന്നാൽ ആകെ ദോഷങ്ങൾ ഗ്രഹദോഷ ശല്യവും ത്വക്കുരോഗം, വിഷബീജ വിരാന്തിയും. ത്വക്കുരോഗ സ്കിൻ ഡിസീസ്, തൊലി സംബന്ധമായ അസുഖങ്ങൾ. ത്വക്കുരോഗം, ആകെ ദോഷങ്ങൾ ഗ്രഹദോഷ ശല്യവും, ത്വക്കുരോഗം, വിഷബീജി വിരാന്തിയും. വിഷം എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നവരോ എട്ടുകാലിയോ പാമ്പോ എന്തെങ്കിലും കഴിക്കുക. വിഷപ്പിന് മാനസിക വിഭ്രാന്തി ഉണ്ടാവുക. പിന്നെ ജോലി വിഘ്നം, നമ്മൾ പ്രതീക്ഷിച്ച തരത്തിൽ ജോലി ലഭിക്കാതിരിക്കുക. ജോലി വിഘ്നം അഥവാ ജോലി ലഭിച്ചെന്നിരിക്കട്ടെ, ധനനാശ ഭീതി. കൈ നിറയെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അധ്വാനിക്കും. കൈ നിറയെ ധനം കിട്ടും, പണം കിട്ടും. അത് എല്ലാം ചിലവാക്കിയിട്ട് കയ്യും വീശിയിട്ട് വീട്ടിലേക്ക് പോകുന്ന ചില ആൾക്കാരുണ്ട്. ഈ ഭാഗത്തൊന്നുമില്ല എങ്കിലും ചില സ്ഥലത്തൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം 4-5 ജില്ലകളിൽ ഈ കർമ്മം ചെയ്തുകൊണ്ട് ചില ജില്ലകളിൽ അങ്ങനെ ഉണ്ട്. അതാണ് ധനനാശ ഭീതി. പിന്നെ മംഗല്യ വിഘ്നം. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ മംഗല്യം നടക്കാൻ കാലതാമസം വരിക. അങ്ങനെ മംഗല്യം നടന്നാൽ തന്നെ സന്താന വിഘ്നം, സന്താനങ്ങൾ ഉണ്ടാവാനുള്ള താമസം, ഇതൊക്കെ ദൂരീകരിക്കാൻ, അതിൽ നിന്നൊക്കെ മോക്ഷം ലഭിക്കാനാണ് നാഗപൂജ നടത്തുന്നത്. അതാണ് നാഗപ്പാട്ടിൻ്റെ മഹത്വം മത്സ്യം. അതായത് അറിയണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ്. ആകെ ദോഷങ്ങൾ ഗ്രഹദോഷ ശല്യവും, ത്വക്കുരോഗം, വിഷബീജ ഭ്രാന്തിയും, മംഗല്യ വിഘ്നം, സന്താന വിഘ്നം, ജോലി വിഘ്നം, ധനനാശപരിധി, ഇത്രയും ദോഷങ്ങൾ രാഹു കോപം കൊണ്ടാണെന്നാണ് പൂർവികന്മാർ പറയുന്നത്. അതിൽ നിന്ന് മോചനം ലഭിക്കാനാണ്
ഈ നാഗപൂജ നാഗപ്പാട്ട് നടത്തുന്നത്. പിന്നെ സന്താനക്കളം സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് നാഗേശിക്കളം അങ്ങനെ പല തരത്തിലുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ശിരസ് മുതൽ പാദം വരെ ഒന്ന് കണ്ണോടിച്ച് നോക്കണം. 3 വരകൾ കൊണ്ടാണ് ആ കളം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളതായ ഇടനാടി, പിങ്കല നാടി, സുഷുമ്നാ നാടി സയൻസ് പഠിക്കുന്ന കുട്ടികളിൽ അവർക്കറിയാം. നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഉള്ളതാണ്. നമ്മൾ 3 പ്രദക്ഷിണം ചെയ്യാനാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ അവസരം നൽകുന്നുണ്ട്. അത് നമ്മളെ താഴെ പുക്കളുടെ താഴെ ഓരോ മനുഷ്യൻ്റെയും പുക്കളുടെ താഴെ 3 മടക്കായിട്ട് ഒരു നെർവസ് കിടക്കുന്നുണ്ട്. മൂലാധാരം, സ്വാദിഷ്ടാളം, അനാഫലം, വിശുദ്ധി, ആജ്ഞ, മണിപൂരം, അങ്ങനെ സഹസ്രാത വൽപ്പത്വം. അതാണ് ഈ 3 പ്രദക്ഷിണം. അതിൻ്റെ ആ വൽപ്പം ഉണരിൻ്റെ ഒരു സമ്പ്രദായം കൂടിയാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ നാഗപ്പാട്ട് മഹോത്സവം ഏറ്റവും ബൃഹത്തമായ സംഭവമാണ്. വളരെ നല്ലതാണ്. ഈ ഭക്തിസാധനം, ഈ നയനമനോഹരമായ ഈ കർമ്മം കാണാനും ആസ്വദിക്കാനും എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കത്തികളെ ആ തെക്കുപക്കത്തെ പൂജാപത്രം വരുന്നു. ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പോയിട്ട് അവിടെ ശിവനെ പ്രാർത്ഥിക്കാം. എങ്ങനെ പോയിക്കോളൂ. അവിടെ അല്ല ശിവനെ അവിടെ പടിഞ്ഞാറ് വന്നത് ആ ശിവനാണ്. അവിടെ ആ പുഷ്പട്ടിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ പ്രാർത്ഥിക്കുക. ശിവനറിയാത്ത ഒരു കാര്യമല്ല. കാർണരുടെ നാഗശാപ പാടി കേൾക്കുമ്പോ ആരും ഒരു കര കേട്ടതില്ലേ. ഗ്രൂപ്പിൽ എപ്പോഴല്ലേ Thank you.